മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രൊഫൈൽ പിക്ചർ ഉള്ള ആളുകൾ വരെ ഇത് പ്രചരിപ്പിക്കുക. എന്തൊരു തോന്നിവാസായത്. വി.ഡി. സതീശൻ്റെ MDMA സംഘങ്ങൾക്ക് ഇത് ബോധ്യപ്പെടില്ല. കാരണം അവരുടെ തലയിൽ മറ്റതാണ്, ലഹരിയാണ്. അവർക്ക് അടിയന്തരാവസ്ഥയെ ഞങ്ങൾ ഈ നാടകത്തിലൂടെ ജനത്തിന് പറയുന്ന സമയത്ത് കോൺഗ്രസിന് അത് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ രാഷ്ട്രീയം. അതോടൊപ്പം തന്നെ ഇന്ന് അടിയന്തരാവസ്ഥക്ക് സമാനമായി സകല സാംസ്കാരിക നായകരെയും തങ്ങൾക്കിഷ്ടമില്ലാത്തതെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ BJPയുടെ ഒരു നടപടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒരു ഐക്യപ്പെടൽ ഈ രാഷ്ട്രീയ നാടകത്തിന് എതിരായിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് 75-ലേത്, ഇന്നിപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു കലബുർഗിയും ഗോവിന്ദ പ്രസാരിയും നരേന്ദ്ര ദഭോൽക്കറും നമ്മുടെ സ്റ്റാൻ സ്വാമിയും ഇപ്പം ഇങ്ങനെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ നേരത്തെ സ്നേഹലതാ റെഡ്ഡിയെ കോൺഗ്രസ് ഗവൺമെൻറ് ജയിലിട്ട് കൊന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിടാതെ വീട്ടിൽ കയറി വെടിവെച്ച് കൊല്ലുന്നു ഇപ്പോഴേ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ BJPക്കാർ. അപ്പോൾ അവർ തമ്മിലൊരു ഐക്യമുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിന് ആ നിലയിൽ ഞങ്ങൾ കാണുകയാണ്. അങ്ങനെയല്ല, വക്രീകരിച്ച് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെയും അത് പറഞ്ഞു. ഞങ്ങൾ നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു, ഇതിനകത്തുണ്ട്, നിങ്ങൾക്ക് തന്നു. ഈ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂരിൻ്റെ DYFIയുടെ ജില്ലാ സെക്രട്ടറി ഇവിടെ ഇരിക്കുന്നുണ്ട്. എത്രയെത്ര സെമിനാറുകൾ മാതൃകാപരമായി യുവജനങ്ങൾ ഏറ്റെടുക്കേണ്ട പല വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ സെമിനാറുകൾ, വിവിധ കലാപരിപാടികൾ, കായിക മത്സരങ്ങൾ എല്ലാം നടന്നു. ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരു സെമിനാറിന് ശേഷം നടന്ന ഒരു നാടകത്തെ, അതും ഒരു രാഷ്ട്രീയ നാടകത്തെയാണ് ഇങ്ങനെ വക്രീകരിച്ച് വികലമായി ചിത്രീകരിച്ച്, അതാണ് DYFI. അതായത് അത് മറ്റൊന്നുമല്ല, രാഷ്ട്രീയത്തെയല്ല, ആ രൂപത്തെ കാണിച്ച് ഇതാണ് DYFIയുടെ താല്പര്യം എന്ന് പറഞ്ഞു. എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് വരുന്നത്. ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താ ജെറോമിൻ്റെ ഫോട്ടോ വെച്ച് ഞാൻ രാവിലെ 1-2 ആളുടെ പേര് പറഞ്ഞിരുന്നു. ഒഫീഷ്യലായിട്ട് കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്ന, എന്തിനേറെ പറയുന്നു, കേരളമൊക്കെ ഇഷ്ടപ്പെടുന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രൊഫൈൽ പിക്ചർ ഉള്ള ആളുകൾ വരെ ഇത് പ്രചരിപ്പിക്കുക. എന്തൊരു തോന്നിവാസായത്. ഈ സോഷ്യൽ മീഡിയ, അതൊന്നും ഞങ്ങൾക്കില്ല. അതിന് മാത്രമൊന്നും DYFI കളിക്കുന്ന ഒരു നാടകത്തെ അങ്ങനെ പ്രതിരോധിച്ച് തോൽപ്പിക്കാം, അല്ലെങ്കിൽ കായികമായി നേരിട്ട് കളയാം എന്നൊക്കെ കരുതുന്ന ആരാ ഇവിടെ ഉണ്ട്? അതിലൊന്നും ഞങ്ങൾക്കൊരു ഒട്ടും ഭയമില്ല. ഞങ്ങളിതിനെ രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ നാടകത്തിൻ്റെ രാഷ്ട്രീയവും ഈ വികലമായി ചിത്രീകരിച്ച നാടകം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അന്ന് കാണാൻ പറ്റാത്ത ആളുകളുണ്ടല്ലോ, അവർക്ക് കാണാനുള്ളൊരു അവസരം കൂടിയാണ്. അവരിത് കാണട്ടെ. ഈ പറയുന്ന വി.ഡി. സതീശൻ്റെ MDMA സംഘങ്ങൾക്ക് ഇത് ബോധ്യപ്പെടില്ല. കാരണം അവരുടെ തലയിൽ മറ്റതാണ്, ലഹരിയാണ്. അവർക്ക് ബോധ്യപ്പെടില്ല. എന്നാൽ ജനാധിപത്യ സംവിധാനത്തോട്, ഈ കലയോടും സാംസ്കാരിക പ്രവർത്തനത്തോടും ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇത് കണ്ട് ബോധ്യപ്പെടാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ്. മറ്റൊന്നിനെയും ഞങ്ങൾ ഭയക്കുന്നില്ല. ഇല്ല, ഞങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ തിരക്കിലും വക്കീലുമായി സംസാരിച്ചിട്ടുണ്ട്. നിയമ നടപടി സ്വീകരിക്കും ഈ പ്രൊഫൈലുകൾക്കൊക്കെതിരെ. ഒഫീഷ്യലി പോസ്റ്റ് ചെയ്ത ചിലരൊക്കെ ഇപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രചരണം കാര്യങ്ങളും വന്നപ്പോൾ ചിലപ്പോൾ അറിയാതെ പോസ്റ്റ് ചെയ്തായിരിക്കാം. എന്നാൽ പലരും ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളിപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ വാർത്തകൾ പോസ്റ്റ് ചെയ്യുന്ന, ഫേസ്ബുക്കിൻ്റെ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റിനടിയിൽ നിങ്ങളൊന്ന് കയറി നോക്കണം അവരുടെ കമൻറ്റുകൾ. ഒഫീഷ്യൽ ഹാൻഡിലുകളാണ് ഇത് ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും BJPയുടെയും ഒക്കെ പ്രചാരകരായി നിൽക്കുന്നവരാണ് ഈ ഒരു പ്രചരണം നടത്തുന്നത്. എന്തൊരു വൃത്തികെട്ട രീതിയിലാണ്. ഞങ്ങളുടെ സഖാക്കളുടെയൊക്കെ കുടുംബാംഗങ്ങളുടെയൊക്കെ പേരും പരാമർശിച്ച് ആ അർത്ഥത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, കേസ് കൊടുക്കാം, കേസിനെ കുറിച്ച് ആലോചിക്കാമെന്ന് തന്നെയാണ് പറഞ്ഞത്. അത് കൈകാര്യം ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി എടുക്കും. അത് അവരും പല ഘട്ടങ്ങളിൽ ആലോചിക്കേണ്ട കാര്യങ്ങളാണല്ലോ. അത് നേരത്തെ ഇത് ഇപ്പോൾ ഇവിടെയല്ല, കൊല്ലത്ത് ഞങ്ങൾ കളിച്ചതാ. ഞങ്ങളുടെ അവിടുത്തെ DYFIക്കാർ നേരത്തെ കളിപ്പിച്ചതാ. ഈ പിന്നെ ആലപ്പുഴയിലുണ്ട്, കോട്ടയത്ത് കളിപ്പിച്ചതാണ്. 9ാമത്തെ വേദിയിലാണ് ഇവിടെ കളിച്ചത്. 8 വേദി കളിച്ചപ്പോഴും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇവരാരും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം ചിന്നു ശ്രീലങ്ക അവർ പറഞ്ഞത് ഇപ്പം കൂടുതൽ ആളുകൾ കൂടുതൽ വേദി ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ വേദിയിലേക്ക് അത് പോകുമായിരിക്കും.